നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വരട്ടിയാണ്. ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് നല്ലപോലെ പഴുത്തൊരു ചക്ക. അതിനുശേഷം അത് നല്ലപോലെ അരിഞ്ഞ് അതിനകത്തെ കുരുവൊക്കെ കളഞ്ഞ് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ ശർക്കര ഉരുക്കി എടുക്കണം. അത് ശർക്കര പൊടിയാണെങ്കിൽ നല്ലപോലെ ഉരുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളാണെങ്കിൽ ഇത് മിക്സിയിൽ അരച്ച ചക്ക എടുത്ത് ഒരു പാത്രത്തിലോട്ടിട്ടിട്ട് നെയ്യ് ഒഴിക്കണം. അതിനുശേഷം നല്ലപോലെ 5 മിനിറ്റത്തേക്ക് നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ 2 സ്പൂൺ നെയ്യ് ഒഴിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കുറുകി എത്തുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് നിറം മാറാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആ ശർക്കര ഉരുക്കി വെച്ചത് എടുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ആ ശർക്കര ഇച്ചിരി ഒഴിക്കുവാണ്. നമുക്ക് ആ ചക്കയുടെ മധുരം അനുസരിച്ചാണ് ശർക്കര ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ ആ നെയ്യും ചക്കയും ശർക്കര എല്ലാം കൂടെ ഒന്നിച്ച് വരാൻ വേണ്ടി 15 മിനിറ്റോളം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതുപോലെ ഇങ്ങനെ കൊമളച്ച് വരും. അതുകൊണ്ട് നീണ്ട സ്പൂൺ എടുത്ത് ഇളക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ കൈ പൊള്ളും. നമ്മളിത് വെള്ളമില്ലാതെ പറ്റിച്ചെടുക്കുകയാണെങ്കിൽ 1 വർഷത്തോളം ഒക്കെ ഇരിക്കും. വെള്ളത്തിൻ്റെ ഒരു ഇച്ചിരി അംശം ഉണ്ടെങ്കിൽ തന്നെ അത് കേടാകുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജ് ആകുന്നിടം വരെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ ആയിരിക്കും. കണ്ടോ? അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കുന്നു. നമ്മുടെ ചക്കവരട്ടി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. 1 മിനിറ്റത്തോളം ഇതിങ്ങനെ തിളച്ചിട്ട് നമുക്ക് നിർത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അറിയുന്ന ഇതുപോലെ ഇങ്ങനെ മുറിഞ്ഞ് വീഴുവാണെങ്കിൽ നമ്മുടെ റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. കണ്ടോ? മുറിഞ്ഞ് ഇങ്ങനെ വീഴണം. തീ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് നമ്മളാണെങ്കിൽ 1 മിനിറ്റത്തോളം കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ വെക്കും. തീയൊന്ന് ഊതിയപ്പോഴത്തേക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഏലക്ക പൊടിച്ചതും ഇട്ടിട്ടുണ്ട്, ചുക്ക് പൊടിയും, പിന്നെ കുറച്ച് മധുരം ലെവലാക്കാൻ ഉപ്പും കൂടി ഇട്ട് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്.